ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതാ ഇന്ന് നമ്മളെ വീഡിയോ കാണുന്ന പോലെ കുറേ ചെറിയൊരു തൈ ആയിട്ട് സപ്പോർട്ടയുടെ ഒരു തൈ നമുക്കൊരു 2-2.5 വർഷത്തോളമായി നട്ടത് ഒരു തൈയാണ്. അപ്പോൾ അതിനകത്ത് നിറച്ച് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ വന്നതാണ്, മമ്മീൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ അവിടെ നമുക്കിടെ ഉള്ള സ്പേസിൽ അവരെന്തെല്ലാം നട്ടേക്കണമെന്ന് നോക്കി. റോഡിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ റോഡിൻ്റെ നമ്മുടെ മതിലിനോട് ചേർന്ന് അപ്പുറത്തോട്ട് റോഡിലോട്ടും കൂടി ഇതിൻ്റെ ബ്രാഞ്ചസ് പോയിട്ടുണ്ട്. അതിലെല്ലാം നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ ചെറിയൊരു സ്പേസിൽ തന്നെ അതിനകത്ത് സപ്പോർട്ട് അതേ ഒരു കൊലയിലൊക്കെ തന്നെ എത്ര എണ്ണം ഉണ്ടായിക്കണേന്ന് നോക്കി. അത് മാത്രമല്ല, ഇതിനകത്ത് ഇവിടെ റംബൂട്ടാൻ, അതിനോട് ചേർന്ന് കാണുന്ന റംബൂട്ടാനുണ്ട്. 2 തരം മാവ് അതിനകത്തുണ്ട്. ഒരു നല്ല അടിപൊളി പേരയുണ്ട്. അങ്ങനെ ഒരു പിന്നെ വന്നിട്ട് നമ്മുടെ ശീമനെല്ലിക്കയില്ലേ, അതിൻ്റെ ഒരു തൈയുണ്ട്. ഇതിലെല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പം അത് ഈ കാണുന്നത് നമ്മുടെ ശീമനെല്ലിക്കയാണ്, കണ്ടോ. അതായത് ലൗലോലിക്ക എന്നൊക്കെ പറയും. അത് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇച്ചിരി വിനാഗിരിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉപ്പും ഇതൊക്കെ മുളകൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കണ്ടോ റോഡിൻ്റെ, ഞാൻ ഇപ്പുറം വശത്ത് റോഡിൽ വന്ന് നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ഈ കാണുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ടായി നിൽക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ കൊതിയാവും. അതുപോലെ ഈ പേര ബഡ് പേരയാണ്, നല്ല മുഴുത്ത പേരയാണ്. അതിനകത്തിപ്പോൾ ഒരു 5-8 എണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 3-4 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറിയ മാവാണ്. മാവ് ചെറുതാണെങ്കിലും അതിനകത്ത് നിറയെ മാങ്ങയും എല്ലാ സീസണിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓൾ സീസൺ മാങ്ങയാണ്.